5 ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊന്ന് വായിക്കാം. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരോദ്യോദ്യത കാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാദിദേശു വേദേർഷദേത്ശൈലമത്സ്യരൂപ സത്യാവൃതസ്യ ദമലാദിഭർത്തൃ നദീതലേ തർപ്പയതസ്തദാനീം കരാഞ്ചലോ സഞ്ജലിതാകൃതിസ്ഥ അദർശത കഞ്ചന ബാലമീനഃ ക്ഷിപ്തം ജലേത്താൻ ചകിതം വിലോക്യ നിന്നേമ്പ് പാത്രേണ മുനി സ്വഗേഹ സ്വൽപേരകോപി കലശീഞ്ച കൂപം വ്യാപീസരച്ചാന ശിശേ വിഭൂത യോഗ പ്രഭാവ ഭവദാത്യൈവ നീതസ്തതസ്തം മുനിനാ പയോധി പൃഷ്ടോ മുനാ കൽപദിദിശുമേന സപ്താഹമാസേതി വദന്നയാസി പ്രാപ്തേ തുദുക്തേ ഖനിവാരിധാര പരിൽപുരേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷഭീസാർത്ഥമവാരവാരിണീ ഉത്കൂർണമാന ശരണം യയോത്താം. ഇത്ര വരെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. 6ാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം. ദേശകരീമവാത്യ നൗരൂപിണീ മാരുരുഭൂതസ്തരാതേ തൽക്കമ്പകംപ്രേഷു ജപുത്തേഷു ഭൂയഃ ത്വമംബുധേരാവിരഭൂർമഹീയാൻ ധരാന്തോദാ ദേശകരീമവാപ്ത്യ നവരൂപിണീ മാരുരോഭൂസ്തരാതേ തൽക്കമ്പകംപ്രേഷു ജതേഷു ഭൂയഃ ത്വമംബുധേരാവിരഭൂർമഹീയാൻ ധരാന്തോദാ ദേശകരീമവാപ്ത്യ നവരൂപിണീ മാരുരുഗോ തദാ തേ തൽക്കമ്പകംപ്രേഷു തേഷു ഭൂയഃ ത്വം അംബുധേരാവിരഭൂർമഹീയാൻ ധരാന്തോദാ ദേശകരീമവാപ്ത്യ നവരൂപിണീ മാരുരുഗോ തദാ തേ തൽക്കമ്പകംപ്രേഷു തേഷു ഭൂയഃ ത്വം അംബുധേരാവിരഭൂർമഹീയാൻ. എല്ലാരും എത്തിയിട്ടുണ്ടോ? എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ആദ്യം ഒന്നും വേണ്ട, ആദ്യത്തേതൊന്നും വേണ്ട. മാതാജി നാരായണിയും പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കയറിയാൽ മതി. പക്ഷെ ആദ്യത്തേതാണ് നമ്മുടെ നാഡീ നരമ്പുകളിൽ കൂടി പോകുന്ന ആ രക്തത്തിന് ഊർജം കൊടുക്കുന്നത്. ആദ്യത്തെ ആ ഒരു പറച്ചിലാണ്. ജീവിതത്തിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്നുള്ളതാണ്. ഈ നാരായണിയമായാലും ഭാഗവതമായാലും ഭഗവത്ഗീതയായാലും ഇതെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിൽ ചില മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരാണെന്ന്, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നോ, നമ്മൾ എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടതെന്നും അതിന് വേണ്ടിയ മാർഗങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം വരാത്തവർക്കുണ്ടല്ലോ ഇനി തൊട്ട് നാരായണീയം മിസ്സാവും. അതുകൊണ്ട് എല്ലാവരും ആദ്യത്തെ ആ എനർജി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നമുക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാവരും ക്ലാസ്സിന് വരിക. ഇന്ന് നല്ലൊരു ടൈമല്ലേ, 8 മണി ടൈമല്ലേ, നല്ല ടൈമാണ്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ധരാം ത്വദാ ദേശകരീമവാപ്താം നൈരുഹസ്തദാതേ തത്കമ്പകംപ്രേഷു ച തേഷു ഭൂയഃ അംബുധേരാവിരഭൂർമഹീയാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ധരം ത്വദാ ദേശകരീമവാപ്താം നൗരൂപിണീ മാരുരുഹസ്തദാതേ തത്കമ്പകംപ്രേഷു ച തേഷു ഭൂയഃ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ത്വദാ ദേശകരീമവാപ്തം നൗരൂപിണീ മാരുരുഹസ്തദാതേ തൽകമ്പകംപ്രേഷു ച തേഷു ഭൂയഃ തം അംബുധേരാവിരഭൂർമഹീയാൻ. ഹരേ കൃഷ്ണ. പ്രഭുജിയുടെ ആ സുന്ദരനെ ഒന്ന് കാണിക്കാമോ? സുന്ദരക്കുട്ടനെ
പീതാംബരൻ പ്രഭു ഇപ്പൊ വായിച്ച പ്രതിനാണോ? ആ അത് തന്നെ, അവരുടെ വീട്ടില് സുന്ദരക്കുട്ടനുണ്ട്. ആ ഉം. കാണാൻ ഒരു പറ്റുന്നുണ്ടോ മാതാജി? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, പൊക്കി പിടിക്ക്. ഒരു മിനിറ്റ്, ഇപ്പൊ കാണാം. കാണുന്നില്ലേ? കാണുന്നില്ല. കാണുന്നില്ല മാതാജി. ബാക്ക് ക്യാമറ എടുക്കും മാതാജി. ബൈ ക്യാമറ എടുക്കട്ടെ, ഒരു മിനിറ്റ്. ആ അടിപൊളി. സുന്ദര സുന്ദരക്കുട്ട. ചിരിക്കുന്നുണ്ട്. സന്തോഷമായി. തപ്പാന്നോ? തപ്പ ചെറ്ററിട്ടിരിക്കുക. മാതാജി ആ കുറച്ചുകൂടി സെറ്റർ മാതാജി, തണുപ്പല്ലേ? അതാ പറഞ്ഞത്. സുന്ദരൻ മാതാജി ഉണ്ടായിരുന്നു. മാതാജി ശകലം കൂടെ അടുപ്പിച്ച് കാണിച്ച മാതാജി. ഇപ്പൊ കാണുന്നുണ്ടോ? ചാറുള്ളൂട്ടോ. ഇപ്പം തപ്പ് മാറുവേ. ആ കൃഷ്ണ, വെരി ഗുഡ്. ഭഗവാനേ ഭക്തവത്സല. കൃഷ്ണ ഗോവിന്ദ ഗോപാല. ഓരോരുത്തര് എങ്ങനെയൊക്കെയാണ് അവന് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മക്കളായിട്ട് ഭഗവാനെ ഏത് രൂപേണ നമ്മൾ ധ്യാനിക്കുന്നോ, ഏത് രൂപേണ നമ്മൾ കാണുന്നുണ്ടോ, അതേപോലെ ഭഗവാനെ നമ്മൾ റെസിപ്രോക്കേഷൻ ചെയ്യുമെന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലെ എല്ലാം ലഡ്ഡു ഗോപാൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അതേപോലുള്ള കുഞ്ഞു ഭാവയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺപിള്ളേർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ കൊടുക്കുന്നതെന്ന് അറിയുമോ? സ്ത്രീധനം ഒന്നും അല്ല കൊടുക്കുന്നത്, സ്ത്രീയാണ് ധനം. പക്ഷെ അവരുടെ കൂടെ ഈ ലഡ്ഡു ഗോപാലിനോട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ലഡ്ഡു ഗോപാലം അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഐശ്വര്യമായി. അതിനു വേണ്ടിയിട്ട് കൃഷ്ണനെയും കൂടിയാണ് ലഡ്ഡു ഗോപാൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കൃഷ്ണന്, ആ കുഞ്ഞു കൃഷ്ണനെയും കൂടിയാണ് അവർ കൂടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോഴേ മകനായിട്ട് നമ്മൾ കണ്ണനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൻ നമ്മളോട് മകനായിട്ട് തന്നെ, അത് കൂറൂരമ്മ കണ്ടില്ലേ, കുഞ്ഞു മകനായിട്ട് കണ്ടു, അതുകൊണ്ട് മകനായിട്ട് നിന്നിട്ട് അമ്മയുടെ സേവ ചെയ്തു എന്നുള്ളതാണ്. അതേപോലെയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവായിട്ട് വന്നിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അതേപോലെ കാമുകനായിട്ട് അല്ലെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനായിട്ട് ഏത് രൂപേണ നമ്മൾ ഭഗവാനെ കാണുന്നുണ്ടോ അതേ രീതിയിൽ വന്നിട്ട് ഭഗവാൻ നമ്മളോട് റെസിപ്രോക്കേഷൻ ചെയ്യുമെന്നുള്ളതാണ്. അതാ കണ്ണന്റെ ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ പീതാംബരപ്രഭു രത്ന മഹാരാജി, ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഇതേപോലെ ലഡ്ഡു ഗോപാലിനെ വെച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാധിക്കുന്നവരെ. പക്ഷെ ഭയങ്കര രസമാണെന്നുള്ളത്, ആ ജീവിതം എന്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവര്. ഭഗവാനും അതേപോലെ നമ്മളോട് ചിരിക്കും, കളിക്കും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം തൊപ്പി വെക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്തു കളയും, ചിലപ്പം തുണി ഇടുന്നത് അതെ മാതാജി, ചില ദിവസം ഡ്രസ്സ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ നമുക്ക് റിയാക്ഷനിലൂടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഓരോ ദിവസത്തെ ആ ഒരു അത് ഇടാൻ സമ്മതിക്കത്തില്ലല്ലോ, അത് ഡ്രസ്സ് ഇടാൻ സമ്മതിക്കത്തില്ല. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാത്രമേ ഇടാത്തുള്ളൂ. മധുര ഇടുമ്പോഴേ മാതാജി, മധുര ഇടുമ്പോഴേ നമ്മളാരും എത്ര ആ ഡക്കണ്ണ ഒരൊറ്റ ഏറി 3-5 പ്രാവശ്യമായി എനിക്ക് സംഭവിച്ചത്. പാലിനകത്തിലേക്ക് നല്ല പഞ്ചസാര വേണം, നല്ല പഞ്ചസാര വേണം. ഇല്ലെങ്കിൽ ഹരേ കൃഷ്ണ മാതാജി, ഒരു സംശയം ചോദിക്കട്ടെ മാതാജി. നമ്മള് ഉണ്ണിക്കണ്ണന്റെ രൂപം അല്ലല്ലോ മാതാജി, ഇതെന്തോ കൊണ്ടാ ഉണ്ടാക്കുന്നത്? അങ്ങനെ നമ്മള് സാധാരണ കണ്ണൻ ഗുരുവായൂരിന്ന് വാങ്ങില്ലേ, അതേ രൂപമല്ല. കണ്ണൻ എങ്ങനെയാ? ചിലത് ഒരു കയ്യില് വെണ്ണ പിടിച്ച് മുട്ടുകാലം നിക്കത്തില്ലേ, അതാണ് ആ രൂപം. അത് ഓ അത് ശരി, മുട്ടുകാലം അതുകൊണ്ടാണ് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നത്. മുട്ടുകാലയുടെ രൂപമാണ്. എഴഞ്ഞു നീങ്ങത്തില്ലേ, എഴഞ്ഞു പോവില്ലേ, ആ രൂപമാണ് ലഡ്ഡു ഗോപാലിന്റെ രൂപം. അത് ശരി. ചെറുതാണ്, ആ ചെറിയ പ്രായത്തിലെ ആയത്. അന്നേരം അല്ലേ നമുക്ക് കുസൃതികൾ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നന്ദഭാവയാണെന്നുണ്ടെങ്കിൽ ഒരു ഭഗവാനോട് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു അറിയാമോ? ഭഗവാന് ബാല്യലീലകൾ മൊത്തം ഞങ്ങൾക്ക് കാണണം. അങ്ങനെയാ ബ്രഹ്മാവിനോട് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഗ്യാരണ്ടി കൊടുത്തിട്ട് അവര് ഭൂമിയിലാണെങ്കിൽ ദരയും വസുതയായിരുന്നു അവര് രണ്ടാളും. അവര് ഭൂമി വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ ബാലലീലകൾ കാണണം. ആ കുഞ്ഞുകഥയാണെങ്കിൽ ആ ബാലലീലകളല്ലേ ഏറ്റവും വലിയ രസം. ഭഗവാന്റെ ആ ബാലലീലകൾ ഉണ്ടല്ലോ, ഇപ്പോഴും നമ്മൾ ഈ ലഡ്ഡു ഗോപാലിനെയൊക്കെ വെച്ചിട്ട് ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആണെന്നുള്ളതാണ്.
അതേപോലെ നമ്മളോട് കാണിക്കും. ഇവർക്കും അതേപോലെ, എനിക്കും അതേപോലെ തന്നെയാ. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒറ്റയൊരു ഈറ. നമുക്ക് നമ്മുടെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അന്ന് ഏത് ഡ്രസ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സിനകത്ത് നമ്മുടെ കൈ എന്ന് വിടും എന്നുള്ളതാ. അതൊക്കെ നല്ല രസമാട്ടോ. അതാ ഞാൻ പറയുന്നത്. അതാ ഞാൻ സുന്ദരക്കുട്ടനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞത്. എല്ലാവർക്കും ചിലർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ ആ എന്താ പറയുന്ന ശുദ്ധ ഭക്തിയാണ് ഇതെല്ലാം. മനസ്സിലായോ? ആ പ്രേമഭക്തിയാണ് ഇതെല്ലാം. അല്ലാതെ നമ്മൾ വെറുതെ കുറെ കാണിച്ചിട്ട് കാര്യമില്ല. അമ്പലത്തിൽ പോയി ഒരു കുറി ഇട്ടു, അല്ലാതെ ദിവസവും പോയി ഒന്ന് തൊഴുതു, അവനങ്ങ് ഭക്തനായെന്നില്ല. പക്ഷെ അവൻ ഭക്തനാവണമെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, അവന്റെ മനസ്സ് അതേപോലെ ആയിരിക്കണം. എന്ത് വേണം? ഷഡ്ഗുപൈരികളെ മനസ്സിൽ നിന്നിട്ട് അകറ്റിയിട്ടുള്ള ആ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഭക്തരാകൂ എന്നുള്ളതാണ്. അതേപോലെ ഭഗവത് ഭക്തന്മാരെ സേവിക്കുക, സത്സംഗങ്ങളിലെല്ലാം പങ്കെടുക്കുക, പിന്നെ ഇതേപോലുള്ള ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുക, സത്സംഗം നടത്തുന്നവരെ സഹായിക്കുക, അല്ലെങ്കിൽ അമ്പലങ്ങൾ നടത്തുന്നവരെ, അമ്പലങ്ങൾ അതേപോലെ ഉണ്ടല്ലോ, അമ്പലങ്ങൾ നടത്തുന്നവരെ സഹായിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ചിലർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റും. അങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇങ്ങനെ സേവ ചെയ്യാൻ പറ്റുമോ, ഭഗവത് സേവ എവിടെ കിട്ടുന്നുണ്ടോ അവിടെ ഓടി വീഴണം നമ്മള്. അങ്ങനെ ആ ഓടി വീണ് കഴിഞ്ഞാലേ ഭഗവാൻ അതിൽ പ്രീതരാവത്തുള്ളൂ എന്നുള്ളത്. അല്ലാതെ വെറുതെ നല്ല ഉടുപ്പും അല്ലെങ്കിൽ നല്ലൊരു സാരിയൊക്കെ വെച്ചിട്ട് വെറുതെ അവിടെ ചെന്ന് കുറെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഭക്തനാവില്ല. ഭക്തനാവണമെന്നുണ്ടെങ്കിൽ മെയ്യും പിന്നെ എന്തുവാ ഏതാണ്ട് ഒരു മെയ്യും ധനം എന്നായിരിക്കും അതിന്റെ. അത് രണ്ടും മെയ്യും ധനവും ധനം രണ്ടും വേണം നമുക്ക്. അതാ പറഞ്ഞ അത് രണ്ടും നമുക്ക് ഭഗവത് സേവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ അതിൽ തൃപ്തി വരത്തുള്ളൂ. ഭഗവാൻ ഇപ്പം വില്ലമംഗല സ്വാമിയാരെ തന്നെ കണ്ടില്ലേ? വില്ലമംഗല സ്വാമിയാര് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? വില്ലമംഗല സ്വാമിയാരുടെ അടുത്തുനിന്ന് ഭഗവാൻ കെറിവിച്ച് പോയത് എന്തിനു വേണ്ടിയിട്ടാ? വില്ലമംഗല സ്വാമിയാർ പിന്നെ എത്ര അമ്പലങ്ങളിലാണെന്ന് അറിയാമോ പ്രതിഷ്ഠ നടത്തി, പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെ അങ്ങനെ ഭഗവാന്റെ ലീലകൾ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യർക്കും ഭഗവാന്റെ ലീലകൾ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പുറകില് ഭഗവാന്റെ ഒരു നിശ്ചയമുണ്ട്. ഇവരെ എങ്ങനെയാ കൊണ്ടുപോകണം എന്നുള്ളത് ഭഗവാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ കണ്ടു, സത്യവ്രത മുനിയുടെ കയ്യിലും ചെറിയ മത്സ്യം വന്ന് പെട്ടിട്ട് ഭഗവാൻ സ്വയം ഭഗവാനാണെന്ന് സത്യവ്രത മുനിക്ക് കുറെ സമയം കഴിഞ്ഞതിന് ശേഷം മനസ്സിലായത്. അന്നേരം ചോദിക്കുന്ന സമയത്ത് എന്താ, എനിക്ക് പ്രളയം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ആ ഭക്തന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. 7 ദിവസം നീ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 7ാമത്തെ ദിവസം പ്രളയം വന്നു. പ്രളയം വന്ന ആ ഭയാനകമായിട്ടുള്ള പ്രളയത്തെ കണ്ടപ്പോൾ തന്നെ സത്യവ്രത മുനിക്ക് ഭയങ്കര ഒരു സങ്കടമായി. അപ്പോഴത്തേക്ക് ഭൂമിദേവി തന്നെ തോണിയായിട്ട് വരുന്നു. തോണിയായിട്ട് വന്നിട്ട് എന്താ ചെയ്തത്? ഈ സത്യവ്രത മുനിയാണെന്നുണ്ടെങ്കിൽ ആ തോണിയിൽ ഇരുത്തിട്ട്, അന്നേരം കൂടുള്ളത് ആരാന്ന് നോക്ക്? സപ്തർഷികളാണ്. ആ സപ്തർഷികളുടെ കൂടാണ് പോകുന്നത് തോണിയിൽ എന്നുള്ളതാണ്. ആ തോണി പോയത് മാത്രമാണോ? കാറ്റത്തും ഭയങ്കര കാറ്റും മഴയല്ലേ, ആ കാറ്റത്തും മഴയത്തും ഒന്നെങ്കിൽ തോണി ആടി ഉലഞ്ഞ സമയത്ത് ഭഗവാൻ സ്വയം ഒരു വലിയ മത്സ്യമായിട്ട് വന്നിട്ട് ആ തോണി കയറിട്ടിട്ട് ഭഗവാന്റെ കൊമ്പയിൽ ബന്ധിക്കുന്നു എന്നുള്ളതാ. ബന്ധിച്ചിട്ട് എല്ലാ സ്ഥലത്തും ചുറ്റി നടത്തി കാണിക്കുന്നു. ഇവരെല്ലാവരും ഭഗവാനെ ഭജിക്കുന്നു, സ്തുതിക്കുന്നു. ആ സ്തുതി കേട്ടിട്ട് ഭഗവാൻ ഭയങ്കര സംപ്രീതനായിട്ട് അവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജ്ഞാനോപദേശം കൊടുക്കുക ചെയ്യുന്നതെന്നുള്ളതാ. ഏത് കാര്യത്തിന്റെ പുറകിലായി കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കാരണം കാണും. നമ്മളെ ഭഗവാൻ ഒരു നിമിത്തമാക്കുക. അല്ല നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ മഹാ ഫൂളിഷ്നെസ് ആണ്, പമ്പര വിട്ടിത്തരമാ ആ ചിന്തിക്കുന്നതെന്നുള്ളത്. ഒന്നും നമ്മളല്ല ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്കതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമ്മള് ഇതിപ്പം പറഞ്ഞുകൊണ്ട് വന്നതാണ്, 6ാമത്തേതല്ലേ പറഞ്ഞത്. മനസ്സിലായല്ലേ പറഞ്ഞത്? ഇന്നലെ നമ്മൾ എവിടം വരെയാ ചെയ്തത്? ഭൂമിദേവി സപ്തർഷികളോടൊപ്പം അവിടെ വരുന്നത് വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഒരാളൂടെ ഒന്ന് വായിച്ചേ, ആരെങ്കിലും ഒരാളൂടെ ഒന്ന് വായിക്കേ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ.
ധരാം ത്വദാ ദേശകരീമവാപ്തം നൗരൂപിണീമാരുരുഹാസ്തദാദേ തത്കമ്പകം പ്രേഷു ജതേഷു ഭൂയാസ്തത്വം അമ്പുതേരാവിരഭൂർമഹീയ തത്വം ബുധേരാവിരഭൂർമഹീയാൻ. ഹരേ കൃഷ്ണ. ത്വം അമ്പു എന്ന് പറഞ്ഞ അങ്ങ് മനസ്സിലായി പറഞ്ഞ അതാണ് പറഞ്ഞത്. അമ്പുതേരാവിരഭൂർമഹീയാൻ. ഹരേ കൃഷ്ണ. ദര എന്താ ചെയ്തത്? ദരയാണെന്നുണ്ടെങ്കിൽ ഒരു തോണിയുടെ ഭൂമിദേവി ഒരു തോണിയുടെ രൂപത്തിൽ അവിടെ വന്നു. എന്നിട്ട് ഭഗവാന്റെ കൽപ്പന അനുസരിച്ചിട്ട് സത്യവ്രതനും സപ്തർഷികളും എന്ത് ചെയ്തു? അതിനകത്ത് കയറി എന്നുള്ളതാണ്. എന്നിട്ടോ എന്താ ചെയ്യുന്നത്? ത്വം അമ്പുതേരാവിര ഭൂർമഹീയാനെ ഭഗവാൻ എന്തായി? മത്സ്യമൂർത്തിയായിട്ട് നിന്ദ്രുവടി അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാ. ഭഗവാൻ അവിടെ മത്സ്യമൂർത്തിയായിട്ട് ഇവരിങ്ങനെ തോണിയിൽ പോകുന്ന സമയത്ത് ഭയങ്കര കാറ്റും വെള്ളം മഴയും വരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ തോണി ആടി ഒളിയാൻ തുടങ്ങിയപ്പോ ഭഗവാൻ തന്നെ അവിടെ മത്സ്യമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. യശാംകൃത യോജന ലക്ഷദീർഘ ദദാനമുച്ചേതര തേജസം താ നിരീശതുഷ്ടാ മുനയത്തുദുക്താ ത്വത്തുംഗശൃംഗേ ധരണീ ബഭ്രതു. യശാകൃതി യോജന ലക്ഷദീർഘ അൺമ്യൂട്ട് ചെയ്യൂ. ആരുടെ കേൾക്കുന്നുണ്ട് കേട്ടോ ശബ്ദ. യശാകൃതി യോജന ലക്ഷദീർഘ ദദാനമുച്ചേതര തേജസം താ നിരീശതുഷ്ടാ മുനയത്തുദുക്താ ത്വത്തുംഗശൃംഗേ തരണീ ബഭ്രതു. യശാഹൃതി യോജന ലക്ഷദീർഘ ദദാനമുച്ചോത്തര തേജസം താ നിരീശതുഷ്ടാ മുനയത്തുദുക്താ ത്വത്തുംഗശൃംഗേ തരണീ ബഭ്രതു. യശാഹൃതി യോജന ലക്ഷദീർഘ ദദാനമുച്ചേതര തേജസം താ നിരീശതുഷ്ടാ മുനയത്തുദുക്താ ത്വത്തുംഗശൃംഗേ തരണീ ബഭ്രതു. വാസുദേവായ രക്ഷാകൃതിം യോജന ലക്ഷദീർഘാം ദാനാമുച്ചിസ്തരതേജസാം ത്വം നിരീക്ഷ്യ തുഷ്ടമുനസ്ത്വദ്യുക്ത ത്വക്തംഗ ശൃംഗേ തരണീം ബബന്ധു. ഹരി ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ശശാകൃതിം യോജന ലക്ഷദീർഘാം ദദാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബഭന്തു. ഹരേ കൃഷ്ണ. ഹരി ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ദദാനമുച്ചൈസ്തര തേജസം ത്വം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്വാ ത്വത്തുംഗശൃംഗേ തരണീം ബഭന്തു. ഇപ്പൊ വായിച്ചോണ്ടിരുന്ന ആളിവിടെ വായിച്ചേ. ഹരേ കൃഷ്ണ. ശശാകൃതി യോജന ലക്ഷദീർഘാ ദദാനമുച്ചൈസ്തര തേജസാം താം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്വാ ത്വത്തുംഗശൃംഗേ തരണീ ബഭന്തു. ഹരേ കൃഷ്ണ. പുതിയ സൗണ്ട് ആണല്ലോ ഇത്. ആരാണ് ഈ വായിച്ചത്? ലീന മാതാജി. നെക്സ്റ്റ് വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശശാകൃതി യോജന ലക്ഷദീർഘാം ദദാനമുച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്വാ ത്വത്തുംഗശൃംഗേ തരണീം ബഭന്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരാ വായിച്ചത്? ജയ ഹരിമാതാജി. ഹരേ കൃഷ്ണ. കൊല്ലം. ഹരേ കൃഷ്ണ. അതുപോലെ പുതിയ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് വായിച്ചേ കേക്കട്ടെ. ഞാൻ വായിക്കട്ടെ. ജശാംകൃതി യോജന ലക്ഷദീർഘാം ദദാനമുച്ചൈസ്തര തേജസം ത്വം
നിരീശതുഷ്ട മുനയശ്ച ത്വതംഗ ശൃംഗഗേ തരണീം ബബന്ധു. ഹരേ കൃഷ്ണ. ത്വത്തുംഗ ശൃംഗേ തരണി ബബന്ധു. ത്വതുംഗ ശൃംഗേ തരണീം ബബന്ധു. ഹരേ കൃഷ്ണ. ഇങ്ങനെ വായിക്കാൻ വരണം കേട്ടോ. നല്ലതായിട്ടുണ്ട്. കൃഷ്ണമതി ദദാനമൂർച്ചേ സരതേജസം ത്വാം നിരീശതുഷ്ടാ മുനയസ്തദുഃഖ്യാ തുതുംഗശൃംഗേ തരണീ ബഭൂത്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജശാകൃതിം യോജന ലക്ഷദീർഘാം ദദാനമുച്ചൈസ്തര തേജസാം ത്വം നിരീശതുഷ്ടാ മുനയസ്തദുഷ്ടാ തുതുംഗശൃംഗേ തരണീം ബബന്ധു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. വെരി ഗുഡ്. ഇനി എന്താ? ദശാകൃതി യോജന ലക്ഷദീർഘ. ആ മത്സ്യത്തിന് എത്രയായിരുന്നു? 1,00,000 യോജന വിസ്താരമായിട്ട് ഭഗവാൻ അവിടെ വന്നിരുന്നുള്ളതാ. ദദാനമുറ്റ് തര തേജസാന്ത. അതിന്റെ തേജസ് കണ്ടിട്ടോ അതാ മഹാ തേജസ്വിയായിട്ട് 1,00,000 യോജന വിസ്താരമുള്ള മത്സ്യാകൃതിയായിട്ട് ഭഗവാൻ അവിടെ എത്തുന്നു. നിരീശത്തുട്ട മുനയാ ത്വതുക്ത. എല്ലാവർക്കും മനസ്സിലായി സാക്ഷാൽ ഭഗവാൻ തന്നെ മത്സ്യ രൂപം എടുത്തിട്ട് വന്നിരിക്കുന്നതാന്ന്. അന്നേരം എല്ലാവർക്കും എന്തായി? ഭയങ്കര സന്തോഷമായി എന്നുള്ളതാ. എന്നിട്ടോ ഭഗവാൻ എന്താ ചെയ്ത്? ത്വതുംഗ ശൃംഗേ തരണീ ബഭൂത്തു. എന്നിട്ട് തന്റെ ആ കൊമ്പുണ്ടല്ലോ, തരണി എന്ന് പറഞ്ഞ ആടി ഒലയുക. ഈ ഭൂമിദേവി ആണെന്നുണ്ടെങ്കിൽ തോണിയാറ്റല്ലേ വന്നിരിക്കുന്ന, ആ തോണി ആടി ഒലയുക. എന്നിട്ട് എന്ത് ചെയ്തു? 1,00,000 യോജന വിസ്താരമുള്ള ആ മത്സ്യാകൃതി എടുത്തിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക് സപ്തർഷികൾക്ക് സത്യവ്രത മുനിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. ഭഗവാൻ എന്താ ചെയ്തത്? തന്റെ കൊമ്പിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ധരണിയെ ആ തോണിയെ ബന്ധിക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആടി പൊലയാതിരിക്കാൻ വേണ്ടിയിട്ട്. നോക്കെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തെല്ലാം കാലത്ത് നോക്കുപോലും അല്ലെ. ഭഗവാനെ തന്നെ മറന്നു പോവുക എന്നുള്ളതാ. ഭക്തന്മാരുടെ മുന്നിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ തന്നെ മറന്നു പോവുക. ഭഗവാൻ ആരാണെന്ന് പോലും പിന്നെ അറിയില്ല. അതല്ലേ അർജുനന് പറഞ്ഞത്? എന്താ? ഹേ സഖയല്ലേ നീ? എന്റെ അപ്പച്ചിയുടെ മോനാ നീ ആണെന്നുണ്ടെങ്കിൽ കൃഷ്ണ എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു കളിയാക്കിക്കൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് പോലും സാക്ഷാൽ ഭഗവാന്റെ ആ ഒരു അത് വേണ്ട. ഗോപന്മാരെന്താ ചെയ്യുന്നത്? എന്തെങ്കിലും പറയും ഞാൻ നന്ദഗോപരുടെ മോനാ, ഞാൻ രാജാവിന്റെ മോനാ. ഓ നിന്റെ ഒരു രാജാവ്, മിണ്ടിപ്പോവരുത് അവിടെ. നീ രാജാവിന്റെ മോനെ എന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നീ കൊച്ചു തന്നെയാ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കൈ എന്താണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതെല്ലാം ഗോപന്മാര് പിടിച്ചു വലിച്ചു വാങ്ങിക്കുകയും പിന്നെയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഒരു കളി ഉണ്ടായിരുന്നു അവരുടെ. കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഈ കബഡി കളി എന്നുള്ള അതേപോലെ. എന്നിട്ട് അതിൽ തോക്കുന്ന ആളിനെ എന്താ ചെയ്യുന്നത്? ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തോളിലേറ്റിക്കൊണ്ട് ഇത്ര സ്ഥലം കാണും അവിടെ വരെ കൊണ്ടുപോകണമെന്നുള്ളതാ. ഭഗവാൻ സ്വയം തോറ്റു കൊടുക്കും എന്നുള്ളതാ. എന്തിനു വേണ്ടിയിട്ടാ? മറ്റവരെ തോളിലേറ്റിക്കൊണ്ട് നടക്കാൻ. എന്ന് ആലോചിച്ച് നോക്കുമല്ലോ. ഭഗവാനെ 64 ദിവസം കൊണ്ട് 64 കലകൾ സന്ദീപന മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പഠിച്ച്, അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കണമെന്നുമില്ലല്ലോ ഭഗവാൻ എന്താ സ്വയം വേറെ എല്ലാം ഭഗവാനിൽ നിന്നല്ലേ വന്നിരിക്കുന്നത്, അല്ലാതെ വേറെ എവിടെ നിന്നിട്ടാണ് വന്നിരിക്കുന്നത്? എല്ലാം നമുക്ക് വേണ്ടിയിട്ട് മാതൃക കാണിച്ച് ജീവിച്ചതാണ് ഭഗവാൻ സാക്ഷാത് കൃഷ്ണന്റെ ആ അവതാരത്തിൽ എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും എന്താ ചെയ്തിരിക്കുന്നത്? ഓരോരോ കാര്യസത്യം വന്നു കഴിഞ്ഞു ഓരോ അവതാരം എടുത്തു പിന്നെ പൂർവ്വരൂപത്തിൽ ചെന്നിട്ട് അതിൽ ലയിക്കുക ചെയ്യുന്നത്. പക്ഷേ സാക്ഷാത് ശ്രീകൃഷ്ണന് ഇത്രയും കഷ്ടപ്പാട് സഹിച്ചോ നമുക്ക് വേണ്ടിയിട്ട് അല്ലെ? സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എവിടെയാ ജനിച്ചത്? കാരാഗ്രഹത്തിൽ ജനിച്ചു. അവിടെ നിന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് വസുദേവര് കൊണ്ടുപോകുന്ന സമയത്തും മഴ ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കുമല്ലേ. ആ മഴ പെയ്ത് ആ മഴ ഭഗവാന്റെ ആ ഓരോ കാര്യങ്ങൾ നോക്കൂല്ലോ. അത് കഴിഞ്ഞു ഗോകുലത്തിലെ യശോദമ്മയുടെ അടുത്ത് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പഠിപ്പും ഒന്നുമില്ലാത്ത ഗോപികമാരായി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ സാക്ഷാത് ത്രൈലോകിനാഥനെ കുളിപ്പിക്കുന്നതും, പിന്നെ ഇന്നലെ നമ്മളെ കണ്ടു നൃത്തം ആടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? കുറച്ച് വെണ്ണയും പാലും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. സാക്ഷാൽ ഭഗവാന്റെ ആ ഏത് രൂപത്തിലാ ഇത്രയും ആനന്ദം കിട്ടുന്നത്? ഒരു രൂപത്തിലും ഇല്ല. കൃഷ്ണനാടിയ ലീല പോലെ ഉണ്ടല്ലോ. 125 വർഷക്കാലം ഈ ഭൂമിയില് സാക്ഷാൽ ഭഗവാൻ ഈ ഭൂമിയിൽ ലീലയാടിയ ആ ലീലയില് ഓരോ സ്ഥലത്ത് നോക്കുപോലും ആനന്ദം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുമായിരുന്നു എന്നുള്ളതാണ്.
ഭഗവാൻ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്റെ ഭക്തന്മാരുടെ പുറകെയാ ഞാൻ നടക്കുന്നത്, അല്ലാതെ അവരുടെ മുന്നിൽ പോലും അല്ല നടക്കുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന വൈകുണ്ഠത്തിലല്ല ഞാന്, യോഗിമാരുടെ മനസ്സിലല്ല ഞാന്, വേറെ എങ്ങും അല്ല ഞാന്. ആരിലാണ്? എന്റെ ഭക്തന്മാരുടെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അന്നേരം ആ ഭഗവാൻ ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ വലിയ ഗമയടിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം തിന്നും കുടിച്ചും എന്താ ചെയ്യുന്നത്? മൃഗങ്ങളെ പോലെ ആഹാര നിദ്ര മൈഥുന സ്വയം രക്ഷ ചെയ്ത് നമ്മളിങ്ങനെ ആടിപ്പാടി ജീവിക്കുക എന്നുള്ളതാ. ഇനി നീ താപ്പോട്ട് പോ, അല്ലെ? 84 ലക്ഷം യോനികളിൽ കൂടി കറങ്ങി വന്ന ആ മനുഷ്യജന്മം നമ്മളെ വെറുതെ ദുരുപയോഗപ്പെടുത്തിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് താപ്പോട്ട് പോകണം. ഇതിനൊക്കെ എന്തെങ്കിലും പ്രമാണം ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്, തീർച്ചയായിട്ടും പ്രമാണങ്ങളുണ്ട്. എങ്ങനെയാ പ്രമാണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജനിക്കുന്ന ഒരു കൊച്ച്, ചില കുട്ടികൾക്ക് ഭയങ്കര അസുഖങ്ങളായിട്ടാ ജനിക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ഏത് പോയിസൺ ഇട്ട മരക്കറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണോ അതിന് ക്യാൻസർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ അതിലേക്ക് 1ഉം 2ഉം വയസ്സുള്ള കൊച്ചുങ്ങൾ ഇപ്പൊ നമ്മൾ TV-യിലൊക്കെ കാണുന്നുണ്ട്. 4 വയസ്സുള്ള കൊച്ചൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പാട്ട് പാടുന്നതെന്നറിയാമോ? അല്ലേ? അവർക്കൊക്കെ ഈ കഴിവുകൾ എവിടെ നിന്ന് കിട്ടി? പൂർവ്വജന്മത്തിലെ ബാക്കി കൊണ്ടുവന്നിരിക്കുന്നത് അവർ ഈ ജന്മത്തിൽ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അന്നെനിക്ക് അവരെന്തോ സംഗീതം പഠിപ്പിച്ചിട്ടാണോ? ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടാണോ? മൈക്ക് കൊച്ചുങ്ങൾക്ക് കളിസാധനമാ. പക്ഷെ ആ മൈക്കിൽ അവർ പാടുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ തന്നെ സ്തംഭിച്ചു പോകുന്നുള്ളത്. അതിന്റെയൊക്കെ ജഡ്ജസ് ഒക്കെ തന്നെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്, അവരുടെ ആ സമയത്തെ ആ ഒരു ഇത് വരുന്നെന്നുള്ളത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഉണ്ടല്ലോ ബാക്കി വെച്ചിട്ടാ നമ്മുടെ തന്നെ കാര്യം പറയാ. ഈ പ്രായത്തില് ഈ നാരായണീയ ബുക്ക് നമ്മള് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്, 2 വർഷമൊക്കെ ആ ബുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ ആ ബുക്ക് എടുത്ത് നോക്കിയിട്ട് അതേപോലെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. പക്ഷെ നമുക്ക് അത് പഠിക്കാനുള്ള ഒരു സമയം വന്ന സമയത്ത് അത് പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ കിടന്ന ആൾക്കാരെ എങ്ങനെയോ ഒക്കെ ഈ സൂമൊക്കെ എടുത്തും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. എല്ലാം ഒരു നിമിത്തം മാത്രമാണ്. ഭഗവാൻ ഇതെല്ലാം നേരത്തെ നമുക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. അതല്ലേ അർജുനനോട് പറയുന്നത്, അർജുന നീ വലിയ ഗമയൊന്നും അടിക്കണ്ട, നീ ഗാണ്ഡീവധാരിയാണെന്ന് പറയുകയും വേണ്ട. എന്താ നീ കാണൂ, ഭഗവാന്റെ ആ തിരുമുഖത്തിൽ നിന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാ. ദ്രോണര്, ഭീഷ്മര്, ദുര്യോധനന്, സകല കൗരവരും ആ വായിൽ കൂടി ഇങ്ങനെ ചത്തുപോകുന്നു എന്നുള്ളതാ. അന്നേരം ഭഗവാൻ എന്താ ഇവിടെ ചെയ്യുന്നത്? ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അർജുനന്. അന്നേരം അർജുനന് ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ, അർജുനന്റെ പേര് ഉയർന്നു വരട്ടെ. അന്നേരം വില്ലാളി വീരനാണല്ലോ, അന്നേരം ആ അർജുനന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി. പക്ഷെ ചെയ്തിരിക്കുന്നത് ആരാ? എല്ലാം സാക്ഷാൽ ഭഗവാൻ തന്നെ. നമ്മളെ കൊണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതും സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാന്റെ ഒരു നിയോഗങ്ങളാണ് നമ്മളെ. അതിനെ പിന്നെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ജന്മം പാഴായി പോയിന്ന് വെച്ചോ. നിങ്ങളുടെ ഈ ശരീരം കൊണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടുന്നത്? ഈ ശരീരം കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്നും ആഹാരം കഴിക്കുന്നു അല്ലേ? ദിവസം ഇത് ഈ റുട്ടീൻ വർക്ക് നടക്കുമല്ലേ? ആഹാരം, നമ്മൾ നിദ്ര ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെയാണ് മൈഥുനം, സ്വയം രക്ഷയും. നമ്മളെ ആരെങ്കിലും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ എല്ലാം മൃഗങ്ങളും ചെയ്യുന്നുണ്ട്. ആ മൃഗങ്ങളെ കൂട്ട് തന്നെ നമ്മൾ ഇതേപോലെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രയോജനമാണ്? നമ്മൾ എന്താ ചെയ്തതെന്ന് തന്നിരിക്കുന്നുണ്ട്. ഭഗവാൻ ഒരു വിശേഷാൽ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ആ വിശേഷാൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ എവിടെ നിന്നിട്ട് വന്നിട്ടുണ്ടോ അവിടേക്ക് നമ്മൾ തിരിച്ചു പോകണം. ആ തിരിച്ചു പോക്കിന് വേണ്ടിയിട്ടുള്ള ആ പ്രയാണം നമ്മൾ ആരംഭിക്കണം. അല്ലാതാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളെന്താ അറ്റാച്ച്മെന്റ് ഇനി ഒട്ടിപ്പിടിച്ച് എങ്ങനെയാ? താമരയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേറിനകത്താണ് വളരുന്നത്. അതിനാണെന്നുണ്ടെങ്കിൽ പക്ഷെ ആ ചേറുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? നിങ്ങളൊരു താമരപ്പ് പറിച്ചത് പോലും നമ്മളൊന്ന് കഴിവെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ചേറിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതേപോലെ ചേമ്പിലയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് പോലും ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം പോലും ആ വെള്ളമായിട്ട് ഇതില്ല എന്നുള്ള. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ജീവിച്ചാലേ പറ്റത്തുള്ളൂ. നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അത് ആ ഭൗതിക ലോകത്തിൽ വന്നിട്ടും പിന്നെയും നമ്മളെ ചെളി കിടന്നിങ്ങനെ ഉരുണ്ട് നമുക്ക് കിട്ടിയ ജീവിതം ഏതോ മഹത്തായിട്ടുള്ളതാണെന്നുള്ള രീതി ഇങ്ങനെ ഉരുണ്ട് എല്ലാം അന്ധമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുക അല്ല വേണ്ടത്.
അവരെ പോലെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കൂ. എന്നിട്ട് നമുക്ക് പോകാനുള്ള എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രയാണം നമ്മൾ ആരംഭിക്കണം എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമുക്ക് സത്യവ്രതമുനിയായാലും സപ്തർഷികളെ ആയിക്കഴിഞ്ഞാലും ഭഗവാൻ എങ്ങനെയാ രക്ഷിക്കുന്നത്? സ്വയം ധരയെ കൊണ്ടുവന്നു, ഭൂമിദേവിയെ കൊണ്ടുവന്നു എന്നുള്ള തോണിയുടെ രൂപത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആടി ഒലഞ്ഞ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തോണി ആടി ഒലഞ്ഞ സമയത്ത് എന്താ ചെയ്യുന്നത്? മത്സ്യ രൂപമായിട്ട് വന്നിട്ട് ഭഗവാൻ തന്റെ കൊമ്പിനെ ആ തോണി ബന്ധിക്കുന്നു. അതും മാത്രമാണോ? അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി. അവരെന്താ ചെയ്യുന്നത്? വെറുതെ കുത്തിയിരിക്കുകയല്ല, വണ്ടറടിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്താ ഇവര് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് ആകിഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിവാഹാൻ സംസ്തൂയമാനോ നിമരേണ തേന ജ്ഞാനംബരം ചോപദിശന്നചാരീ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിവാഹാൻ സംസ്തൂയമാനോ നിവരേണ തേന ജ്ഞാനംബരം ചോപദിശന്നചാരീ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിവാഹാൻ സംസ്തൂയമാനോ നിവരേണ തേന ജ്ഞാനംബരം ചോപദിശന്നചാരീ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിവാഹാൻ സംസ്തൂയമാനോ നിവരേണ തേന ജ്ഞാനംബരം ചോപദിശന്നചാരീ. വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ മാതാജി. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസൂയമാനോ നിർവരേണ തേന ജ്ഞാനംബരം ചോപദിശന്നചാരീ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംസ്തൂയമാനോ നിർവരണേന തേന ജ്ഞാനംബരം ചേവദിശന്നചാരീഹ. ഹരേ കൃഷ്ണ. മണ്ഡലായ പ്രദർശയൻ വിശ്വജഗതിഭാഗാൻ സംസ്തൂയമാനോ നിപരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീ. ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സംസ്തൂയമാനോ നിവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീ. ഹരേ കൃഷ്ണ. വായിക്കാൻ തുടങ്ങിയില്ലേ? അവരോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീ. ഹരേ കൃഷ്ണ. വേറെ ആരുണ്ടോ? ഒരാളോട് വായിക്കാൻ തുടങ്ങിയായിരുന്നു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയോട് വായിക്കേ. ഹരേ കൃഷ്ണ മാതാജി. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പറ്റി. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി, വായിക്കട്ടെ. വായിച്ചോ പ്രഭുജി വായിച്ചോ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനേ നവരേണ തേന ജ്ഞാനം പരം ചോ ഉപദിശന്നചാരീ. ഹരേ കൃഷ്ണ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ മത്സ്യമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയാകുന്ന ആകൃഷ്ടനൗകോ, ഭൂമിയാകുന്ന ആ നൗകെ എല്ലാ പ്രദർശയം വിശ്വജഗത് വിഭാഗ, ജഗത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് ജഗത്ത് മൊത്തം അവർക്ക് കാണിച്ചു കൊടുക്കും. ആർക്കൊക്കെയാണ്? സപ്തർഷികൾക്കും സത്യവ്രത മുനിക്കും.
സംസ്തൂയമാനോ നിവരേണ തേന ജ്ഞാനംബരം ചോപദിശന്നചാരി. ഭഗവാനെ സ്തുതിക്കുവാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. സപ്തർഷികളും സത്യവ്രത മുനിയും ആ സമയത്ത് ഭഗവാനെ നല്ലതുപോലെ സ്തുതിക്കുന്നു. ആ സ്തുതിയില് ഭഗവാന് ഭയങ്കര സന്തോഷമായിട്ട് ജ്ഞാനംബരം ചോപദിശന്നചാരി, പരമാത്മജ്ഞാനം ഉപദേശിച്ചുകൊണ്ട് എല്ലായിടത്തും അവരെ കൊണ്ടുവന്നിട്ട് ഈ തോണിയില് ഇങ്ങനെ കാണിക്കുന്നു. എല്ലാ ജഗത്തും വിശ്വം മൊത്തം കൊണ്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. ആകഷ്ടനോ ഗോമുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഹാൻ സംസ്തൂയമാനോ നിവരേണ തേന ജ്ഞാനംബരം ചോപദിശന്നചാരി. നൗകയിലിരുന്നുകൊണ്ട് മുനിമണ്ഡലായ മുനികളെ എല്ലാവരെയും എന്താ ചെയ്ത പ്രദർശയൻ വിശ്വജഗദ്വിഭാഗ, വിശ്വത്തിന്റെ എല്ലാ ഭാഗത്തും കൊണ്ട് കാണിക്കുന്നു, പ്രദർശനം കാണിക്കുന്നു. സംസ്തൂയമാനോ നിവരേണ തേന. ആ സമയത്ത് ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? മഹർഷിമാരും സത്യവ്രത മുനിയും ഭഗവാനെ അതിയായിട്ട് സ്തുതിക്കുന്നു. അന്നേരം ഭഗവാന് ഭയങ്കര സന്തോഷമായിട്ട് എന്ത് വന്നു? ജ്ഞാനംബരം ചോപദിശന്നചാരി, പരമാത്മ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു എന്നുള്ളത് അവർക്ക്. അങ്ങനെ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ കൊമ്പില് ഈ നൗകയെ വലിച്ചുകൊണ്ട് എല്ലാ ജഗത്തും ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. കൽപാവധോ സപ്തമുനി പുരോപ പ്രസ്ഥാപ്യ സത്യവ്രതമുമിവം വൈവത്സദാകമനുമാദദാന ക്രോധാദയഗ്രീവമവിദ്രുതോ ഭൂ. കൽപാവധോ സപ്തമുനീൻ പുരോപത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിവം തം വൈവത്സദാക്യം മനുമാദദാന ക്രോധാദയഗ്രീവ അഭിദ്രുതോ ഭൂ. ക്രോധാദ ഹയഗ്രീവ അഭിദ്രുതോ ഭൂ. കൽപാവധോ സപ്തമുനി പുരോഭ പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിവം വൈവത്സദാക്യം മനുമാദദാന ക്രോധാദയഗ്രീവ അഭിദ്രുതോ ഭൂ. കൽപാവധോ സപ്തമുനി പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിവം തം വൈവത്സദാക്യം മനുമാദദാന ക്രോധാദയ ഹയഗ്രീവ അഭിദ്രുതോ ഭൂ. ക്രോധാദയ ഹയഗ്രീവ, ക്രോധാദയ ഹയഗ്രീവ അഭിദ്രുതോ ഭൂ. ഹയഗ്രീവനെ ദേഷ്യപ്പെട്ടു മീൻസ് അങ്ങനെ പറയുന്നത്. വായിച്ചോളൂ. ഹരേ സപ്തമുനീൻ പുരോഭവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്യതാക്യം മനുമാദദാനഃ ക്രോധാദയ ഹയഗ്രീവമഭിദ്രുതോ ഭൂയഃ. അഭിദ്രുതോ ഭൂഃ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സപ്തമുനി പുരോഗത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിബന്ധം വൈവസ്യതാക്യം മനുമാദദാന ഹയഗ്രീവമഭിദ്രുതോ. ആരെങ്കിലും വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിനകത്ത് കയറി വായിക്കരുത് കേട്ടോ. അവരുടെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുമ്പോ വായിച്ചോണേ. എല്ലാവരും അങ്ങനെ ചെയ്യണേ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൽപാവധൗ സപ്തമുനീൻ പുരോവൻ പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വദാക്യം മനുമാദദാന ക്രോധാദയ ഹയഗ്രീവ അഭിദ്രുതോ അഭൂം. ക്രോധാദയ ഹയഗ്രീവ, ഹയഗ്രീവ എന്ന് പറഞ്ഞ ഹയഗ്രീവ എന്നുള്ള അസുരന്റെ കാര്യം പറയുന്നത്. ക്രോധാദയ ഹയഗ്രീവ അഭിദ്രുതോ അഭൂം. ഹരേ കൃഷ്ണ. കൽപാവധൗ സപ്തമുനീൻ പുരോവൽ പ്രസ്താവ്യ സത്യവ്രതാഭൂമിവം തം വൈവസ്വദാക്യം മനുമാദദാനഃ ക്രോധാദയഗ്രീവ അഭിദ്രുതോ ഭൂഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. പുതിയ ശബ്ദങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ വേണം. നല്ല കാര്യം. വായിക്കൂ ഇനി അടുത്തത്. ഹരേ പുരോവൻ പ്രസ്ഥാപ്യ സത്യവ്രത ഭൂവിപ്രമന്തം വൈവസ്വദാക്യം മനുമാദദാനഃ ക്രോധാത് ഹയഗ്രീവ അഭിദ്രുതോ ഭൂഃ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. കൽപാവധൗ സപ്തമുനീർ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്തദാഖ്യം മനുമാദദാനഃ
ക്രോധാർത്ഥയാ ഹയഗ്രീവ അഭിദ്യൂതതോപുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചി കൂടെ വായിക്കൂ. പ്രവചി ആര് വായിക്കേ? ഹരേ കൃഷ്ണ. കൽപ്പാവധൗ സപ്തമുനിർ പുരോവൽ പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വതാഖ്യം അനുമാദധാന ക്രോധാത ഹയഗ്രീവമഭിവൃതോ അഭൂം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നീ പ്രവചിമാരാരെങ്കിലും ഉണ്ടോ? സുനിലുണ്ടോ? ഉണ്ട് മാതാജി, വായിക്കാം. വായിക്കാമോ? ആവുന്നെങ്കിൽ വായിച്ചാ മതി. വായിച്ചോളൂ. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വതാഖ്യം അനുമാദധാന ക്രോധാത ഹയഗ്രീവമഭിദ്രുതോ ഭൂ. വെരി ഗുഡ്. അല്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ കൽപ്പാവസാനത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ നോക്കെ, ഭഗവാനെ അവര് സ്തുതിക്കുന്നു. ഭഗവാൻ എന്താ ചെയ്യുന്നത്? ജ്ഞാനോപദേശം കൊടുത്തിട്ട് വിശ്വം മൊത്തം അവരെ കൊണ്ട് കറക്കുക. അതേ സ്ഥലത്ത് തന്നെ ഇത് നോക്ക്, ഭക്തന്മാരെ ഇങ്ങനെ. അതേസമയം ഹയഗ്രീവൻ എന്താ ചെയ്തത്? ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു മഹാ അസുരനാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തത്? ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വേദങ്ങളെ കട്ടോണ്ട് പോയി എന്നുള്ളതാ. കട്ടോണ്ട് പോയിട്ടാണെന്നുണ്ടെങ്കിൽ സമുദ്രത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു. ആ ഹയഗ്രീവനോട് എങ്ങനെയാ ഭഗവാൻ നോക്ക്, ക്രോധ, മറ്റവരെ ആനന്ദിപ്പിക്കുന്നു. ഇവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹയഗ്രീവനെ എന്താ ചെയ്യുന്നത്? ക്രോധാത്. അവസാനം ഹയഗ്രീവനെ കൊന്നിട്ടാണ് വേദം എടുത്തിട്ട് ബ്രഹ്മാവിന് കൊണ്ടുപോയി. അങ്ങനെ നോക്ക്, ഒരേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭക്തന്മാരെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷെ അഭക്തരെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെ? നോക്കൂ, ഗാന്ധാരിയുടെ 100 മക്കളെയാണ് ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധാരി തന്നെ പറയുന്നുണ്ട്. ഗാന്ധാരി ദേവി പറയുന്നു, എന്താ പറയുന്നത്? ഭഗവാനെ കൃഷ്ണ, നീ വിചാരിച്ചു കഴിഞ്ഞായിരുന്നെങ്കിലുണ്ടല്ലോ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. ശരിയായിട്ടുള്ള കാര്യമാ. ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അവതാരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭൂമിയുടെ ഭാരം കളവതിനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് തന്നെ എന്നുള്ളതാണ്. അന്നേരം ഈ ദുഷ്ടന്മാരെ എല്ലാം കൂടെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? നോക്കൂ, അവസാന സമയത്താണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സ്വയം കുലത്തിനെ പോലും ഫുൾ ഇല്ലാതാക്കിയിട്ടാ ഭഗവാൻ പോയെന്നുള്ളത്. ആ യദുകുലത്തിന് എന്തായി? ഭഗവാൻ ഒരു യുദ്ധത്തിൽ പോലും അവർ തോറ്റിട്ടില്ല എന്നുള്ളതാ. അങ്ങനെ ആയപ്പോ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് ഒരു അഹങ്കാരം വരും. ഞങ്ങൾ കൃഷ്ണന്റെ കുലമാണ്, അതുകൊണ്ട് ഞങ്ങള് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്ത് നടക്കും എന്നുള്ള ആ ഒരു അഹംഭാവം അവർക്ക് മനസ്സിലുണ്ടായി കഴിഞ്ഞപ്പം ഭഗവാൻ മനസ്സിലായി കഴിഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് ഈ ലോകം മൊത്തം മുടിപ്പിക്കും എന്നുള്ളത്. അതുകൊണ്ട് എന്താ ഒരു കാരണം ഉണ്ടാക്കി. എന്താ കാരണം ഉണ്ടാക്കിയത്? കുരുക്ഷേത്ര ഭൂമിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ സ്വയം അവിടെ എല്ലാം കുരുക്ഷേത്ര ഭൂമി പോകുന്ന സമയത്ത് ഗാന്ധാരി തന്റെ മക്കൾ മരിച്ച ആ വിലാപത്തിൽ അവിടെ ഇങ്ങനെ സങ്കടപ്പെടുന്ന സമയത്താണ് കൃഷ്ണൻ ചെന്നിട്ട് ദണ്ഡവത് പ്രണാമം ചെയ്യുന്നു. പ്രണാമം ചെയ്യുന്ന സമയത്ത് ഗാന്ധാരി പറയുന്നു, ഹേ കൃഷ്ണ, നീയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിചാരിച്ചായിരുന്നെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഇല്ലാതാക്കാമായിരുന്നു. പക്ഷെ നീ എന്റെ ഒരു കുഞ്ഞിനെ പോലും എനിക്ക് നീ വിട്ടില്ലല്ലോ എന്റെ കുലത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നീ എന്റെ കുലം മൊത്തം മുടിപ്പിച്ചില്ലേ? അതേപോലെ തന്നെ ഇന്നേക്ക് 36 വർഷം കഴിഞ്ഞതിന് ശേഷം നിന്റെ യദുകുലവും ഇതേപോലെ തമ്മിലടിച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാതാവൂ എന്നുള്ള ശാപമാണ് അവർ കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വെറും ഒരു സ്ത്രീ എങ്ങനെ ഇങ്ങനെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ഏൽക്കും എന്നുള്ളതാണ്. നമ്മുടെ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, കോപം കൊണ്ട് ശപിക്കരുതാരും. ആര് ശപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ അത് കുറച്ചൊക്കെ ഒരു ഏൽക്കും എന്നുള്ളതാണ്. ഇത് ഗാന്ധാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമഭക്തിയാ, ശിവന്റെ പരമഭക്തി. ആ പരമഭക്ത അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു ദുഷ്കർമ്മങ്ങളിലും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാ. അങ്ങനെ ആ പരമഭക്തിയായിട്ടുള്ള ആ ഗാന്ധാരി ദേവി വിചാരിച്ചനൊക്കെ പോലും ഭഗവാന്റെ കുലത്തിനെ മൊത്തം നശിപ്പിക്കാൻ പറ്റും. പക്ഷെ അതെന്താണ്? ഭഗവാന്റെ ഇച്ഛയാണത്. എന്നാ ഭഗവാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ കുലം മൊത്തവും തമ്മിലടിച്ച് നശിക്കും എന്നുള്ളത്. ഈ ലോകത്തിനെ മൊത്തം ഇല്ലാതാക്കും. അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കിയതിന് ശേഷമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ദ്വാരക പോലും നോക്ക്, ഭഗവാന് സ്വയം നിർമ്മിച്ചതാണ് ദ്വാരക എന്ന് പറയുന്നത്. ആ ദ്വാരക പോലും വെള്ളത്തിൽ കളഞ്ഞു എന്നുള്ളത്. വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഭഗവാന്റേതായിട്ടുള്ള യാതൊരു അവശിഷ്ടങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടല്ല പോയെന്നുള്ളത് എന്ന് പറയുന്നത്. അതേപോലെയാണ് ഭഗവാന്റെ വൈരാഗ്യം. 14 വർഷക്കാലം വൃന്ദാവനത്തിൽ ആടിയും പാടിയും കളിച്ചും ചിരിച്ചും
നടന്ന ആ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഒരു തവണ മധുരയിൽ പോയതിനു ശേഷം പിന്നെ തിരിഞ്ഞ് ആ വൃന്ദാവനത്തിലേക്ക് നോക്കിയിട്ട് പോലും ഇല്ലെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുപോലും. ഭഗവാൻ ആൾക്കാരെ വിടുന്നുണ്ട്, ഉദ്ധവരെ വിട്ടു, ബലരാമനെ വിട്ടു, എല്ലാം ഭഗവാനാണെന്നുണ്ടെങ്കിൽ സ്വയം പോയില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഭഗവാൻ പറയുന്നത് എന്താ? ഗോപികമാരോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ എല്ലാ ഉള്ളിലും ഞാനായിരിക്കുന്നത്. പിന്നെ അന്നേരം നിങ്ങൾക്ക് എങ്ങനെ വിരഹം വരുന്നു? ഞാൻ തന്നെയല്ലേ നിങ്ങളെ, പിന്നെ വേറെ ഞാൻ അവിടെ വരേണ്ട യാതൊരു ആവശ്യമില്ല, ഞാൻ തന്നെയാ നിങ്ങൾ, പിന്നെ നിങ്ങൾക്ക് വിരഹം വരേണ്ട ആവശ്യമേ ഇല്ല, വിരഹമേ ഇല്ല. അന്നേരം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും അന്തരാത്മാവായിട്ട് നിങ്ങളിൽ കുടിയിരിക്കുന്ന ആ പരമസത്യം എന്ന അറിവ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വിരഹം ചെയ്യുന്നതെന്നുള്ളത് ആ ഭഗവാൻ ഗോപികമാർക്ക് തത്വജ്ഞാനം കൊടുത്തു. പിന്നെ അവസാനം എന്നുള്ളത് അങ്ങനെ ഗോപികമാർക്ക് മനസ്സിലായി കഴിഞ്ഞു, ഭഗവാൻ തന്നെയാണല്ലോ ഞങ്ങളും എന്നുള്ള ആ ഒരു രൂപത്തിൽ ആ ഭാവത്തില് പിന്നെ അവരുടെ സങ്കടമെല്ലാം മാറി എന്നുള്ളതാണ്. അത് ആലോചിച്ച് നോക്കുപോലും ഭഗവാന്റെ ആ തത്വജ്ഞാനത്തില് ഇവിടെ സത്യവ്രത മുനിക്കും പിന്നെ സപ്തർഷികളെയും പരമാ ആനന്ദം കൊടുത്തിട്ട് കൊണ്ടുവിടുന്ന അതേ ഭഗവാൻ തന്നെ ഇവിടെ എന്താ ഹയഗ്രീവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ ഭഗവാന്റെ ആ ഒരു ലീലകള്. എല്ലാത്തിന്റെയും കാരണഭൂതനായിട്ടുള്ള ആ ഭഗവാൻ അറിയാത്തതായിട്ട് ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ? നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ജന്മം എടുത്തത് പോലും എന്തുകൊണ്ടാണ്? ദുഃഖമൊടുക്കുന്ന തമ്പുരാനേ കൃഷ്ണ തൃക്കഴൽ ഞാനിതാ കൊമ്പിടും നീ. നമ്മുടെ എല്ലാവരുടെയും ദുഃഖം എടുക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ആ തൃക്കഴൽ കാലിനെ എന്ത് ചെയ്യണം? നമ്മള് കുമ്പിടണം. ദുഃഖമെടുത്തത് എന്റെ മൂലം കൃഷ്ണ. ദുഃഖം വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? ദുഃഖം എടുത്തത് എന്തുകൊണ്ടാണ്? ജന്മം മൂലം. നമ്മൾ ജന്മം എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ മോശപ്രാപ്തി കിട്ടിയിട്ടാണ് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മള്. നമുക്ക് ഇച്ചിരി ഞാനെന്ന ആ ഒരു ഭാവം കയറുന്ന ശേഷമാണ് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോലോക വൃന്ദാവനത്തിന്റെ തന്നെ ഒരു പരച്ഛായയാണ് ഈ ഭൂമി. അതിന്റെ പരച്ഛായ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഛായ ആണ് ഈ ഭൂമി. ആ ഭൂമിയിലെല്ലാം എന്താണ്? ഭഗവാൻ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഊർത്തമൂലം മതശാഖം അശുദ്ധം പ്രാഗുരാവയം ചന്താംശി യേശി പറഞ്ഞാനി യസ്തം വേദസ വേദവിത്. അതാച്ചോർത്തം പ്രസ്താദശാഖ ഗുണപ്രവർത്തിയ വിഷയപ്രവാല അരച്ച് മൂലാനൻ സന്തതാനെ കർമാനുബന്ധീന് മനുഷ്യലോകെ. ഈ മനുഷ്യനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിട്ടിരിക്കുക. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എത്ര ആസ്വദിക്കണം. ഇവിടെ എന്താ ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ ഒരു ആസ്വാദകൻ എന്നുള്ള ആ രീതി വന്നപ്പോ നമുക്ക് ഒരു ഈർഷ വന്നു. കൃഷ്ണൻ മാത്രം എന്തുകൊണ്ട്? ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഇവിടെ ഒരു ലോകം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആസ്വദിക്കൂ. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെല്ലാം ആസ്വദിച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് തിരിച്ചു വരും. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത് ജന്മം എടുത്തു പോയി. അങ്ങനെ ജന്മം എടുത്തപ്പോഴെന്താ നമുക്ക് ഓരോ സ്റ്റെപ്പിലും എന്താണുള്ളത്? എന്തെങ്കിലും ആനന്ദം കിട്ടുന്നുണ്ടോ? ഇല്ല. ഗർഭപാത്രത്തിൽ തൊട്ടേ നമുക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഒന്ന് ചിരിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സെക്കൻഡിലുണ്ടല്ലോ ആ ചിരി തന്നെ നമുക്കൊരു ദുഃഖമായിട്ട് മാറും എന്നുള്ളത്. അതുകൊണ്ട് എന്താ ജന്മം എന്തുകൊണ്ടാണ് എടുത്തത്? നമ്മളെ ജന്മം എടുത്തത് കർമ്മം മൂലം. അഥവാ നമ്മുടെ കർമ്മം ഉണ്ടല്ലോ, പുണ്യകർമ്മം പാവകർമ്മം രണ്ടും ഈക്വല, ഒന്നും ഇല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ട് നമുക്ക് ജന്മം എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നേരെ മോശപ്രാപ്തി എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി ആ കർമ്മങ്ങളാണ് നമ്മൾക്കിപ്പം മോശം കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ പറയുന്നുണ്ട്. എങ്ങനെയാ വില്ലമംഗല സ്വാമിയാരുടെ തന്നെ കഥ പറയുന്നുണ്ട്. വില്ലമംഗല സ്വാമിയുടെ ഭഗവാന്റെ കൂടെ നടന്ന ആളല്ലേ. അവസാനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തത്? ഭഗവാന് വില്ലമംഗല സ്വാമിയാർക്ക് ഒരു വയറുവേദന വന്നു. വയറുവേദന വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വയറുവേദന എന്തെല്ലാം ചെയ്തിടക്ക് മാറുന്നില്ല. അന്നേരം ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ എനിക്ക് ഭയങ്കര വയറുവേദനയാ, എന്തെങ്കിലും അതിന് ചെയ്തിട്ട് ഇല്ലാതാക്കണം. അനങ്ങാൻ പോയില്ല. വയറുവേദന ഒന്നും പറഞ്ഞതുമില്ല, ഒന്നും ചെയ്തതുമില്ല. പക്ഷെ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈദ്യം വന്നപ്പോ ഈ വില്ലമംഗല സ്വാമിയാരോട് എന്ത് പറഞ്ഞു? എനിക്ക് ഇതേപോലെ ഭയങ്കര വില്ലമംഗല സ്വാമിയാർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഭയങ്കര വയറുവേദന, ഇതിനെ ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇത്തിരി മരുന്നൊക്കെ കൊടുത്തു. ആ വയറുവേദന അങ്ങ് മാറി. വയറുവേദന മാറുന്ന സമയത്ത് എന്താ കൃഷ്ണനോട് പറഞ്ഞു, വലിയ ഇതിൽ പറയുക, കൃഷ്ണനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വയറുവേദന എന്ന് പറയണൊക്കെ കൃഷ്ണൻ ഒന്നും കേട്ടില്ലല്ലോ. എന്റെ വയറുവേദന മാറിയിട്ടോ. എന്നിട്ട് ഇവിടെ ഒരു വൈദ്യം വന്നു. ആ വൈദ്യനോട് പറഞ്ഞു ആ വയറുവേദനയ്ക്ക് എനിക്ക് അദ്ദേഹം മരുന്ന് തന്നു. എന്നിട്ട് ഞാൻ ആ മരുന്ന് കഴിച്ച് എന്റെ വയറുവേദന എല്ലാം പോയി എന്ന് പറഞ്ഞു. അയ്യോ വില്ലമംഗലമേ, നിങ്ങൾ ചതിച്ചല്ലോ. നിങ്ങൾക്ക് ഈ ജന്മം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുക്തി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇനി ഒരു ജന്മം കൂടി എടുക്കേണ്ടി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മക്കെട്ട് അവസാനിച്ചിട്ടില്ല.
നമ്മൾ എത്ര കർമ്മക്കെട്ട് കൊണ്ടുവരുന്നുണ്ടോ ആ കർമ്മക്കെട്ട് മൊത്തം അഴിച്ചിട്ട് അതിനെ എല്ലാം ഇല്ലാതാക്കണം. അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ നമുക്ക്. എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ദുഃഖങ്ങളും ഹരിക്കുന്ന ആ ഭഗവാനെ, ഹേ കൃഷ്ണ ഹേ ഹരേ ഹരേ എന്ന് പറഞ്ഞ ഹേ രാധാറാണി, കൃഷ്ണ ബലരാമൻ, രാമൻ എന്ന് പറഞ്ഞ ബലരാമൻ, എന്റെ എല്ലാ ദുഃഖങ്ങളും എന്റെ എല്ലാ കർമ്മക്കെട്ടുകളും മാറ്റി ഇല്ലാതാക്കി തരണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ്. ആ ഒരു പ്രാർത്ഥന മാത്രമേ നമുക്ക് നമ്മുടെ കർമ്മക്കെട്ടിനെ മാറ്റാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത്. അതാ പറഞ്ഞത്. 500 വർഷങ്ങൾക്ക് മുമ്പിട്ട് നവദ്വീപ് ദ്വീപില്, കൽക്കട്ടയിലാണ് ഈ നവദ്വീപ് ദ്വീപ്. ആ നവദ്വീപിലാണെന്നുണ്ടെങ്കിൽ ആരാണ് അവതരിച്ചത്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സജീദേവിയുടെയും സജീദേവിയും ജഗന്നാഥ് മിശ്രയുടെയും മകനായിട്ടാണ് വന്നത്. അത് ആർക്കും അറിയില്ല. 500 വർഷം മുമ്പിട്ട് ഭഗവാൻ ഉണ്ടല്ലോ ഗുപ്ത അവതാരമാണ്. അതിനൊന്നും ഒരു പബ്ലിസിറ്റിയും കൊടുത്തില്ല. ഈ ഗുപ്താവതാരം എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? അദ്വൈതാചാര്യര് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം റൂളിംഗ് ആയിരുന്നു. ഒരു നാമം പോലും ജപിക്കാൻ പറ്റില്ല. ബ്രാഹ്മണരെ മൊത്തം മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ആ അദ്വൈതാചാര്യർക്ക് നെഞ്ചു പൊട്ടിയിട്ട് ഗംഗയുടെ അവിടെ ചെന്നിട്ട് ജലമെടുത്തിട്ട് തുളസിപ്പൂടെ എടുത്തിട്ട് ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ അങ്ങയുടെ പ്രസൻസ് ഈ ഭൂമിയിൽ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടിന്റെ അങ്ങേ അറ്റത്തിലാണ് പോകുന്നത്. ഭഗവാനെ അങ്ങ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ ചെയ്തത്? രാധാറാണിയുടെ ഭാവത്തിൽ, രാധാറാണി എങ്ങനെയാ എപ്പോഴും ആനന്ദത്തില്. അന്നേരം ഭഗവാൻ അറിയണം ഈ ആനന്ദം രാധാറാണിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത്. അന്നേരം എന്താ അവരുടെ ജീവിതം, രാധാറാണിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന് വേണ്ടിയിട്ട് മാത്രമുള്ളത്. കൃഷ്ണന്റെ സന്തോഷമാണ് രാധാറാണിയുടെ സന്തോഷം, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. അന്നേരം മനസ്സിലായി കഴിഞ്ഞു ഒരു ഭക്തനെ എങ്ങനെയാണ് ആനന്ദം അനുഭവിക്കുന്നത്. ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം എന്തായി വന്നു? ഒരു ഭക്തന്റെ രൂപത്തില് ഇതേപോലെ സജീദേവിയുടെയും ജഗന്നാഥ് മിശ്രയുടെയും മകനായിട്ട് മായാപ്പൂരിൽ ജനിക്കുക ചെയ്യുന്നതിനുള്ള നവദ്വീപ് ഡാമിൽ ജനിക്കുക ചെയ്യുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിത്തായി എന്ന് ഒരു ആലിന്റെ വൃക്ഷത്തിന്റെ മൂട്ടിലാണ് ജന്മം എടുത്തത്. അതുകൊണ്ട് എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വംഭരൻ എന്നായിരുന്നു പേര്. ചൈതന്യ മഹാപ്രഭുവിന്റെ പേര് വിശ്വംഭരൻ എന്നായിരുന്നു. അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ 10 മക്കളുണ്ടായിരുന്നു. 8 പെൺപിള്ളേരായിരുന്നു. അതിൽ കുറെയൊക്കെ മരിച്ചുപോയി. പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ സന്യാസം എടുത്തങ്ങ് പോയി. പിന്നെ ഈ ഒരു കുട്ടിയെ കണ്ടുകൊണ്ടാണ് അവര് ജീവിക്കുന്നത് തന്നെ. പക്ഷെ ജഗന്നാഥ് മിശ്ര കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു. പിന്നെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ ഭഗവാൻ സ്വയമാണ് ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത്. രാധാറാണിയുടെ കളറും ആ ഭാവത്തിലും ആ ഭക്തൻ എങ്ങനെയാണ് ഭഗവാന്റെ നാമം എടുത്ത് ആനന്ദിക്കുന്നത്, ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുപ്ത അവതാരമായിട്ട് ആരുടെ വെളിയിൽ അദ്വൈതാചാര്യര് വീണ് അപേക്ഷിച്ച് ഭഗവാന്റെ ആ ഒരു പ്രസൻസ് ഈ ഭൂമിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കലിയുണ്ട് ഏറ്റവും വലിയ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭഗവാനെ വന്നേലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വീണ് അപേക്ഷിച്ചിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞു. 24 വയസ്സ് വരെയാണെന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥത്തിൽ തന്നെ ജീവിച്ചു. പിന്നെ സന്യാസദീക്ഷ എടുത്തു. സന്യാസദീക്ഷ എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജഗന്നാഥ് പുരിയിൽ 24 വർഷം താമസിച്ചു ജഗന്നാഥ് പുരിയിൽ എന്ന് പറഞ്ഞ്. പിന്നെ സന്യാസദീക്ഷ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന് വൃന്ദാവനത്തിൽ വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ വൃന്ദാവനം ദൂരമായോണ്ട് അമ്മ പറഞ്ഞു, അമ്മ മാത്രമല്ലേ ഉള്ളൂ, അമ്മയും വെറും ചെറിയ ഒരു 16 വയസ്സുള്ള 24 വയസ്സ് മഹാപ്രഭുവിനുള്ള സമയത്ത് ഈ ഭാര്യയ്ക്ക് 16 വയസ്സാണെന്നുള്ള 16 വയസ്സുള്ള ആ ഭാര്യ ഉപേക്ഷിച്ചിട്ടാണ് സന്യാസം എടുത്തിട്ട് ഈ ലോകരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് പോയി. അവരും അതേപോലെ സന്യാസിനിയായിട്ട് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ 24 വർഷം ജഗന്നാഥ് പുരിയിൽ ജീവിച്ചു. പക്ഷെ അതെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. പക്ഷെ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ വെറും ഒരേ ഒരു മഹാമന്ത്രത്തിൽ കൂടി ആളുകളെ ഉദ്ധരിച്ചിങ്ങനെ നാമസങ്കീർത്തനം ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാലും ഒരു പൂച്ചയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിനും ഭഗവാൻ എപ്പോഴും പറയുമായിരുന്നു ഹരേ നാമ കേവലം എന്താ നാസ്തേന ഇതല്ലാതെ വേറൊരു നിവർത്തിയില്ല. നമ്മുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് വേറൊരു നിവർത്തിയില്ല. അതുകൊണ്ട് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ കൂടി
വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കൊണ്ട്. കലികാലത്തിലാണെന്നുണ്ടെങ്കിൽ വേറെ യാതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മഹാമന്ത്രം നിങ്ങൾ എപ്പോഴും ജപിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വളരെ ഉദാര മനസ്സിലെ നമുക്ക് ഈ ഹരിനാമ കീർത്തനം തന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്രകൾ ചെയ്തു. 6 വർഷക്കാലം സൗത്ത് ഇന്ത്യൻ യാത്ര ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാദമാണ് അവിടെ വെച്ച് പൂജിക്കുന്നത് പടിഞ്ഞാറേ നടയിൽ. ഇപ്പൊ ഇന്നലെ പൈതപ്രഭു പറഞ്ഞില്ലേ, പൈതപ്രഭു പറഞ്ഞു പറഞ്ഞില്ലേ, അത് അദ്ദേഹത്തിന്റെ പാദം വെച്ചിട്ടുള്ള 25ാമത്തെ വർഷമായിരിക്കുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഈ ഹരേ നാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും മാല എല്ലാം കിട്ടിക്കാണും. ആ മാലയിൽ നിങ്ങൾ എല്ലാവരും ആ ജപം ചെയ്യണം. ആ ജപത്തിൽ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ കലികൽമശത്തിൽ നിന്നിട്ട് നമുക്ക് മുക്തി നേടാൻ പറ്റും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കലികാലത്ത് ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് എല്ലാവരും അങ്ങ് സ്വാർത്ഥരാകും. ആർക്കും ഒരു ബന്ധങ്ങളില്ല, ഒരു സ്നേഹമുണ്ടോ? പണ്ടത്തെ ഒരു സ്നേഹമുണ്ടോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ ആയി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒക്കെ കയറി ഇറങ്ങി എല്ലാവരോടും വർത്താനം പറഞ്ഞ് ചിരിച്ചും കളഞ്ഞു. ഇപ്പോഴെങ്ങനെയാ? വെളിനാട്ടിന്റെ കൂട്ട് തന്നെ വലിയ മതിലും പണിഞ്ഞ് ഗേറ്റ് വിട്ട് അതിനകത്ത് തന്നെയുള്ള ജീവിതം. മിണ്ടാനും പറയാനും ആൾക്കാരും ഇല്ല. എല്ലാവരും പ്രായമായവരൊക്കെ എന്ത് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിണ്ടാനും പറയാനും ഉള്ള ഒരു ഒരു ഇൻസ്പിറേഷൻ തരുവാണ് ഇങ്ങനെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ കൂടി നമ്മുടെ പ്രഭുപാദരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് ശ്രീകൃഷ്ണ അവബോധ സമിതി ഇസ്കോൺ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ശാസ്ത്രം എന്ത് അനുശാസിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ ഗ്രൂപ്പുകള് പ്രായമായവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ അമ്മമാരെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് നാമം ജീവിക്കുക, ഒരുമിച്ചിട്ട് കഥ കേൾക്കുക. പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഭാഗവതം വായിക്കുക. കിളിപ്പാട്ട് ഭാഗവതം അറിയാത്തതായിട്ട് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഭാഗവതം വായിക്കുക, അറിയുന്ന ആൾക്കാർ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഓരോ അമ്പലങ്ങളിൽ യാത്ര നടത്തുക. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീവിതം സന്തോഷമാക്കാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്താ പറഞ്ഞ കൂട്ട് മറ എന്ന് പറയത്തില്ല, നമ്മള് ഇങ്ങനെ ഉള്ളിൽ തന്നെ എല്ലാം അടക്കി അത് പിന്നെ ടെൻഷനായി ഹൈപ്പർ ടെൻഷനായി എന്ന് പറയണ്ട. പിന്നെ ഇല്ലാത്ത രോഗങ്ങളില്ല. ആ രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രോഗം വരും കിട്ടും. എന്താ ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ നാൾ കഴിയുമ്പോൾ പണി മുടക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരവും അതേപോലെ തന്നെയാണ്. പഞ്ചഭൂതങ്ങളാ നിർമ്മിച്ച ഈ ശരീരം ഉണ്ടല്ലോ, പഞ്ചഭൂതത്തിൽ പോകുന്നിടം വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിലൊക്കെ വളരെ കൂടുതൽ അതേന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഞാൻ കാണുന്ന ഈ അമ്മമാരുടെ സ്വഭാവം ഇത്, എനിക്കങ്ങ് അസുഖം, എന്റെ കാല് വയ്യ, എന്റെ കൈ വയ്യ, എന്റെ അത് വയ്യ, എന്റെ ഇത് വയ്യ, എനിക്കങ്ങ് ഭയങ്കരം പറഞ്ഞ അത് മാത്രം, എന്നിട്ട് ബെഡിൽ അവസാനം കിടപ്പ് പോകും എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നാമജപത്തിൽ കൂടി മുന്നോട്ട് പോകുന്ന അങ്ങനെ ഗ്രൂപ്പുകൾ നിങ്ങൾ ഉണ്ടാക്കുക. ആ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ അതിനകത്ത് നമ്മൾ ഷഡ്വൈരികളെ നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷം അനുഭവിക്കാനും പറ്റൂ. അത് ഏറ്റവും ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കണം. കഴിയുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ വന്നോളൂ. ഓരോരോ ആശ്രമങ്ങളുണ്ട് ഒരുപാടടുത്ത്. അങ്ങനെ ആശ്രമത്തിലൊക്കെ പോവുകയും അവിടെ സത്സംഗങ്ങളുണ്ട്, ആ സത്സംഗങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ജീവിതം ഉണ്ടല്ലോ വേറൊരു വഴിയിലോട്ട് തിരിച്ചുവിടൂ. അല്ലാതെ വേറൊരു സീരിയൽ മാത്രം കണ്ട് TV മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ ഈ സീരിയൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സീരിയലിനകത്താണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു സ്ത്രീയാണ്, പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിനകത്ത് വിദ്വേഷം മാത്രം വിളമ്പുവാന്നുള്ളതാ. എല്ലാം ചതിയും കൊലയും അതും ഇതും മാത്രമാന്നുള്ളതാ. അല്ലാതെ സന്തോഷം എവിടെയാ തരുന്നത്? ഒരിക്കലും സന്തോഷം ഒന്നിൽ നിന്നും കിട്ടുന്നില്ല. ലൈൻ തിരിച്ചുവിടൂ, ജീവിതത്തിന്റെ ലൈൻ തിരിച്ചുവിടൂ. ഇനി നമുക്ക് ജന്മമൃത്യു ജരാവ്യാധി വേണ്ട. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കൂ. ഇനി അടുത്തത് പറഞ്ഞില്ലേ, കൽപ്പാവതോ സപ്തമുനിയും പുരോപാത സത്യവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രളയാവസാനത്തിൽ സപ്തർഷികളെ പണ്ടത്തെ പോലെ അതാത് സ്ഥാനത്ത് വെച്ചു. എന്നിട്ട് സത്യവ്രത ആരാധ്യൻ എന്ത് ചെയ്തു? സദാത്തം സത്യവ്രത ഭൂമിവം വൈവസ്വതാക്യം മനു. ആ വൈവസ്വത മനുവില് സത്യവ്രതനെ എന്താക്കി വെച്ചു? സത്യവ്രത രാജാവിനെ വൈവസ്വത മനുവായിട്ട് വെച്ചു. എന്നിട്ട് ക്രോധാൽ ഹയഗ്രീവം വേദം
കട്ടിരിക്കുമല്ലേ ഹയഗ്രീവനെ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിദ്രുത അബൂഹു, ഹയഗ്രീവന് നേരെ പാഞ്ഞെടുക്കുക എന്നുള്ളതാ. നോക്ക, ഈ ഒരിടത്ത് ഭക്തന്മാരെ രക്ഷിക്കുന്നു, വേറൊരിടത്ത് എന്താ ചെയ്യുന്നത്? ദുഷ്ടനെ നിഗ്രഹിക്കുന്നു ഭഗവാന്. സ്വതുംഗ സിംഹാശതവക്ഷസന്ധാനിവാതി ദൈത്യം നിഗമാംഗൃഹീത്യ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രവഞ്ചനാകാരപദേ പ്രഭായാഃ. സ്വതുംഗ സിംഹാശതവക്ഷസന്ധാ നിവാതി ദൈത്യം നിഗമാംഗൃഹീത്യ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രവഞ്ചനാകാരപദേ പ്രഭായാഃ. സ്വതുംഗ സിംഹാശതവക്ഷസന്ധാ നിവാത ദൈത്യം നിഗമാംഗൃഹീത്യ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രഭായാഃ. സ്വതുംഗ ശൃംഗാക്ഷരവക്ഷസന്ധാ നിവാത ദൈത്യം നിഗമാംഗൃഹീത്യ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രഭായാഃ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. സ്വതുംഗശൃംഗക്ഷതവശസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതകൃതേ തദാനഃ പ്രപഞ്ചനകാരപദേ പ്രഭായഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വതംഗ ശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രഭായഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശൃംഗക്ഷതവക്ഷസന്തം നിവാദ്യ ദൈത്യം നിഗമാൽ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രഭായഃ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിബാധ്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രഭായാഃ. ഹരേ കൃഷ്ണ. നമ്മുടെ മായ ഇല്ലേ മായ ഇല്ലേ ഹരേ വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വതുംഗശൃംഗാക്ഷതവക്ഷസം തം നിവാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രഭായഃ. സർവത്ര ഗോവിന്ദ. ഒരു പ്രവചിയോട് വായിച്ചോളൂ. ഇനി നമുക്ക് സമയം പോകുന്നു. ഒരു പ്രവചിയോട് വായിക്കേ. ഹരേ കൃഷ്ണ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രഭായഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വരെയോട് അന്നേരം ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൊമ്പല്ലേ. ആ കൊമ്പ് കൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വതുംഗ ശൃംഗ ശതവർഷം, തന്റെ ഉയർന്ന കൊമ്പ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ദൈത്യത്തിനെ എന്ത് ചെയ്യുന്നു? നിപാത്ത ദൈത്യം നിഗമാഗ്രഹീത്യ, ആ ദൈത്യനെ എന്ത് ചെയ്തു? ആ കൊമ്പ് കൊണ്ട് കുത്തി വീഴ്ത്തുക എന്നുള്ളതാ. കുത്തി വീഴ്ത്തി അവനെ കൊന്നു. അങ്ങനെ നിഗമാഗ്രഹീത്യ, എന്നിട്ട് എന്ത് ചെയ്തു? ഗ്രഹീത്യ നിഗമാന വേദങ്ങളെ വീണ്ടെടുത്തു. വിരിഞ്ചയെ പ്രീതഹൃദേ ദദാന, എന്നിട്ട് സന്തുഷ്ടനായ ആ ബ്രഹ്മാവിന് ആ വേദങ്ങളെ തിരിച്ചു കൊടുത്തു ഭഗവാന്. പ്രപഞ്ചനാകാപതി, അല്ലയോ ഗുരുവായൂരപ്പ, ശ്രീ ഗുരുവായൂരപ്പ എന്താ ചെയ്യുന്നത്? പതേ പ്രഭായ, എന്നെയും കൂടി രക്ഷിക്കണേ, എന്റെ ദുഃഖങ്ങൾ തീർത്തുകൊള്ളണേ. അതാരാ പറയുന്നത്? പട്ടതിരിപ്പാടാണ് പറയുന്നത്. ഭഗവാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഹയഗ്രീവനെ തന്റെ കൊമ്പ് കൊണ്ട് അവന്റെ മാറിടം വളർന്നിട്ട് അവനിൽ നിന്നിട്ട് വേദങ്ങളെ വീണ്ടെടുത്തിട്ട് ബ്രഹ്മാവിന് കൊടുക്കുന്നു. ബ്രഹ്മാവിന് കൊടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യുന്നത്? അന്നേരം പട്ടതിരിപ്പാട് പറയുന്നത് എന്താ? ഭഗവാനെ, എല്ലാവരെയും രക്ഷിക്കുന്ന ഭഗവാനെ, എന്നെയും കൂടി രക്ഷിക്കണേ, എന്റെയും ദുഃഖങ്ങൾ തീർത്തു കൊടുക്കണേ. എന്റെ ദുഃഖങ്ങൾ എന്താ? ഇവിടെ എന്നെ വാതരോഗത്തിൽ കിടന്ന് ഉഴലുമല്ലേ അദ്ദേഹം. ആ
ആ വാതരോഗം ഭേദമാക്കി കൊടുക്കണേ. അങ്ങനെ ആ വാതരോഗം ഭേദമാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താ ചെയ്യുന്നത്? ഭജന ഇരിക്കുക ചെയ്യുന്നത്. 100 ദിവസം ഭജന ഇരുന്നിട്ട് 100 ദശകം എഴുതിയിട്ട് ഈ 18,000 ശ്ലോകമുള്ള ഭാഗവതം 100 ദശകമാക്കി എഴുതിയിട്ട് അവിടെ ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഈ പട്ടതിരിപ്പാട് നോക്ക്, എല്ലാം ഭഗവാനും പട്ടതിരിപ്പാടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് തന്നെയാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത്. എല്ലാത്തിനും ഏത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതിന് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തൊം 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 എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് അടുത്ത് ഞാൻ നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഭഗവാൻ ഗൈഡ് ചെയ്തിട്ട് ഭഗവാൻ സ്വയം ഭഗവാന്റെ ഇച്ഛയിൽ ഉണ്ടാക്കിയതാണ് ഈ നാരായണീയം. ഈ നാരായണീയത്തിന് അതുകൊണ്ട് എത്രയും പ്രാധാന്യം എന്നുള്ളത്. ഇതിൽ നമ്മൾ അങ്ങോട്ട് മുഴുകി അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സ്വഭാവം പോലും മൊത്തമായിട്ട് അങ്ങ് മാറിപ്പോകും എന്നുള്ളതാ. അത്രയ്ക്കും ഭഗവാനാണ് ഈ നാരായണീയം എന്ന് പറയാവുന്നുള്ളത്. അത്രയ്ക്കും ഓജസ്സും വീര്യവും തേജസ്സും എല്ലാം ഭഗവാന്റെ ക്വാളിറ്റീസ് ഉള്ളത് ഈ നാരായണീയത്തില്. അതുകൊണ്ട് ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം, ഭഗവാനെ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് എന്ത് ചെയ്യണം ഭഗവാനെ, ഞങ്ങൾക്ക് ഇതെല്ലാം പൂർണ്ണമാക്കി 100 ദശകവും പഠിച്ചതിന് ശേഷം അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ആ അവസരം ഞങ്ങൾക്ക് തരണേ ഭഗവാനെ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വെക്കണം. അല്ലാതെ നമ്മളെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ ആളായി എന്നുള്ള ആ ഒരു ഭാവം ഒരിക്കലും നിങ്ങളെ ഉണ്ടാവാനും പാടില്ല, എന്നിലും ഉണ്ടാവരുത്. ഭഗവാനോട് ഞാനും എപ്പോഴും അത് തന്നെ പറയുന്നത്. കളിന്ത ജാന്യസ്ഥത കാളിയസ്യ പണാങ്കരരംഗേ നടനപ്രിയം ദം തല്ലിപുറ്റുകസ്തം ശരദന്തു വക്രം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഭഗവാനെ, കാളിയന്റെ ദർപ്പം എങ്ങനെയാ അടക്കിയത്? അങ്ങ് അവന്റെ തലയിൽ നിന്നിട്ട് നൃത്തം കളിച്ചിട്ടല്ലേ എന്ന് പറയുന്നത് പോലെ എന്റെയും ദർപ്പം അടക്കിത്തരണേ ഭഗവാനെ, ആ ദർപ്പം എന്നിൽ ഉണ്ടാവരുതേ ഭഗവാനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും വെക്കണം. എന്നിട്ട് ഇന്ന് നമുക്ക് ഈ 32ാമത്തെ ദശകം ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ, ഹരി ബോൾ.